ഓക്കെ. അപ്പോൾ അടുത്തത് വൈറ്റൽസിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഓക്സിജൻ സാച്ചുറേഷൻ ആണ് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബ്ലഡിൽ എത്ര ശതമാനം ഓക്സിജൻ ഇപ്പോൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ വീടുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് പൾസ് ഓക്സിമീറ്റർ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കോവിഡ് ആയിരുന്ന സമയത്തൊക്കെ നമ്മൾ വീടുകളിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഓക്സിമീറ്റർ. അപ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ഓക്സിജൻ സാച്ചുറേഷൻ റേറ്റ് എന്ന് പറയുന്നത് 95 മുതൽ 100% വരെ തന്നെയാണ്. ഇനിയിപ്പോൾ അതൊരു COPD പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ COPD പേഷ്യൻസിന് നോർമലി ഓക്സിജൻ സാച്ചുറേഷൻ വരുന്നത് 88 മുതൽ 92% വരെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് പൾസ് ഓക്സിമീറ്റർ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം, പക്ഷേ എങ്കിലും ഞാൻ ചുമ്മാ ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മുടെ ഫിംഗർ അത് പ്ലേസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് മെഷീൻ റീഡ് ചെയ്തോളും നമ്മളുടെ ഓക്സിജൻ സാച്ചുറേഷൻ എത്രയാണെന്നുള്ളത്. ഇതിനകത്ത് കിട്ടുന്നില്ല കേട്ടോ, അത് എൻ്റെ വിരൽ കുറച്ച് തണുത്തിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ പേഷ്യൻ്റൊക്കെ ചിലപ്പോൾ ഇതുപോലെ കൈയൊക്കെ തണുത്തിരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് റീഡിങ് കിട്ടിക്കൊള്ളണം എന്നില്ല. അപ്പം നമ്മൾ അവരുടെ കൈ പതുക്കെ ഒന്ന് റബ്ബ് ചെയ്തിട്ട്, കൈയല്ല വിരൽ റബ്ബ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റീഡിങ് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ പേഷ്യൻ്റെ ഓക്സിജൻ സാച്ചുറേഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഈ ഒരു മെഷീനിൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു പൾസ് റേറ്റും കൂടെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നമ്മളിങ്ങനെ ചെക്ക് ചെയ്യുക ഓക്സിജൻ സാച്ചുറേഷൻ, എന്നിട്ട് അതിനെ നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യുക.